ഹലോ കൂട്ടുകാരെ, ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തിന എന്ന് പറയുന്ന മില്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളമൊഴിച്ച് അതിനെ കുതിർക്കാനായിട്ട് വയ്ക്കാം. പിന്നീട് ഇതിനാവശ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മില്ലറ്റിന് 1/2 കപ്പ് ഉഴുന്നും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് അത് നന്നായി കഴുകി അതും നമുക്ക് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ്നെസ് ഇഡ്ഡലിക്ക് കിട്ടാനായിട്ട് 1/4 കപ്പ് നമ്മുടെ അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് കഴുകി അതും അല്പം വെള്ളം ഒഴിച്ച് നമ്മൾക്ക് കുതിരാനായിട്ട് വയ്ക്കാം. കുറഞ്ഞത് നമുക്കൊരു 6 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വയ്ക്കുക. പിന്നീട് നമുക്ക് മിക്സിയുടെ ജാറിൽ അരിയുടെയൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ സെയിം പ്രൊസീജിയറിൽ നമുക്കതിനെ അരച്ച് എടുക്കാം. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും കൂടുതലും ഇതുപോലെ അരിയുടെയും ഗോതമ്പിൻ്റെയും ഒക്കെ ഉപയോഗം കുറച്ചുകൊണ്ട് മില്ലറ്റ്സിൻ്റെ ഉപയോഗം നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അരിയിലും ഗോതമ്പിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായതിനാൽ അത് അരിയുടെയൊക്കെ ഉപയോഗം കുറച്ച് മില്ലറ്റ് വെച്ചുകൊണ്ടുള്ള ആഹാരം നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. മില്ലറ്റ്സിൽ ധാരാളം വൈറ്റമിൻസും കാൽസ്യവും കോപ്പറും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുന്നതിന് നമ്മളെ സഹായിക്കും. പിന്നെ ഡയബറ്റീസൊക്കെ കൺട്രോൾ ആവാനും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ആവാനായിട്ടൊക്കെ വളരെ ഉപകാരപ്പെടും മില്ലറ്റ്സ് വെച്ചുകൊണ്ടുള്ള റെസിപ്പികൾ. പിന്നെ ഞാനിതുപോലെ നൈറ്റിലാണ് അത് അരച്ച് വെച്ചത്. അതുപോലെ രാവിലെ ആയപ്പോഴത്തേക്ക് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിളക്കി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാകാനായിട്ട് വയ്ക്കാം. പിന്നെ ഇഡ്ഡലി തട്ടെടുത്ത് നമുക്ക് അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ച് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി കൊടുക്കാം. പിന്നീട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ അരച്ച് വെച്ച മാവ് നമ്മൾ ഓരോ തട്ടത്തിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അടുപ്പിൽ വേവാനായിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് ശേഷം ഇഡ്ഡലി നമ്മുടെ റെഡി. ഒരു 5 മിനിറ്റ് കൂടി നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കും. തണുത്ത ശേഷം നമ്മുടെ ഇഡ്ഡലി എടുത്ത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റി മില്ലറ്റ് ഇഡ്ഡലി റെസിപ്പി റെഡി. നല്ല സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഓണും ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വഴിയായി കാണാനായിട്ട് സാധിക്കും. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴിയായി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു, ഗോഡ് ബ്ലെസ് യു ഓൾ.